In this video, you will see display open sticker. ഹലോ അസ്സലാമു അലൈക്കും. ഞാൻ ഈ സ്ക്രീനിൽ കാണുന്ന സ്റ്റിക്കറാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഇതിലൊരു 30 വിൻഡോ ഉണ്ട്. ഇതിന് വിൻഡോ അത്ര ഓപ്പൺ ചെയ്തിട്ടാണ് ഞങ്ങൾ പ്രിൻറ്റിങ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ ലെറ്ററായിട്ടൊന്നുമില്ല. ലെറ്റർ ഇല്ലാതെ ഇവിടെ ഒരു ലെറ്ററുണ്ട്, ഒരു LED ഉണ്ട്, അത്രയാണ്. പിന്നെ ഇതിൽ ഞങ്ങൾ ഫസ്റ്റ് ബ്ലാക്കാണ് പ്രിൻറ്റ് ചെയ്യുന്നത്. ഇതിന് ഒരു 3 കളറേ ഉള്ളത്, ബ്ലാക്ക്, വൈറ്റ്, പിന്നെ ഫ്രണ്ടിൽ ക്യൂരിങ്, അത്രേ ഉള്ളത്. ക്യൂരിങ് ചെയ്യുമ്പോൾ വിൻഡോ ഓപ്പൺ ആയിട്ട് വേണം. പിന്നെ ഇത് സ്ക്രീൻ കോട്ടിങ് വെച്ച് സൈഡെല്ലാം കോട്ട് ചെയ്തിരിക്കുകയാണ്. റെഡി ഇടുന്നത് എങ്ങനെയാണെന്ന് കാണാം. ഇതാണ് പ്രിൻ്റ് ചെയ്യുന്ന മെറ്റീരിയൽ. പെൻമാർക്ക് വയ്ക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നെക്സ്റ്റ് കളർ ചെയ്യുമ്പോൾ അതേ സ്ഥലത്ത് സ്ട്രാപ്പർ ഇടാൻ വേണ്ടിയിട്ടാണ്. ഇനി ബ്ലാക്ക് പ്രിൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ബ്ലാക്ക് ഇങ്ക് സ്ക്രീനിലിട്ടതിന് ശേഷം ഫുള്ള് അപ്ലൈ ചെയ്യുമ്പോൾ സ്ക്രീന് കുറച്ച് ഉയർത്തി പിടിക്കണം. പിന്നെ പ്രിൻറ്റിങ് ചെയ്യുമ്പോൾ ഫുള്ള് വിടണം. പിന്നെ ഇതൊരു ഫ്ലാപ്പുള്ള ഷീറ്റ് ആയതുകൊണ്ട് ഫസ്റ്റ് ഫ്ലാപ്പിൽ അടിച്ചിട്ട് അത് എടുത്ത് കളഞ്ഞിട്ടാണ് ഷീറ്റിൽ പ്രിൻ്റ് ചെയ്യുന്നത്. ഇത് വൈറ്റ് അടിക്കാൻ റെഡി ഇട്ടിരിക്കുകയാണ്. വൈറ്റ് സെൻറ്ററിൽ വരാൻ പാടില്ല. അത് ഞങ്ങൾക്ക് സ്ക്രീൻ കോട്ടിങ് വെച്ചിട്ട് കോട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണാം. ഇതാണ് വൈറ്റ് അടിക്കാനുള്ള സ്ക്രീന്. 4 വശവും 1 ഇഞ്ച് ടേപ്പ് ഇട്ടിട്ട് സെൻറ്ററിൽ കോട്ട് ചെയ്യാം. പിന്നെ ഇവിടെ കട്ടറിൻ്റെ ഇത് വെക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ സ്ക്രീന് ഹൈറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ ലെറ്റർ സ്പ്രെഡ് ആവും, അതുകൊണ്ടാണ്. നാല് വശം ഇതേപോലെ ടേപ്പ് ഇട്ടിട്ട് ഉള്ളിൽ കോട്ടിങ് ഇട്ടിട്ട് കോട്ട് ചെയ്യാം. ഇങ്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ടേപ്പ് എടുത്തിട്ട് ഡ്രയർ വെച്ച് നന്നായിട്ട് ഡ്രൈ ചെയ്തിട്ട് പ്രിൻ്റ് ചെയ്യാം. 4 വശങ്ങളിലാണ് വൈറ്റ് അടിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു LED ഉണ്ട്, അതിൽ വൈറ്റ് ഇങ്ക് വരാൻ പാടില്ല.
ഇത് ക്യൂരിങ് ചെയ്യാൻ വേണ്ടി റെഡി ഇട്ടിരിക്കുകയാണ്. മുമ്പത്തെ വീഡിയോ പറഞ്ഞ പോലെ തന്നെ റൈറ്റ് സൈഡിലാണ് സ്റ്റോപ്പർ ഇടുന്നത്. പിന്നെ ഈ 3 സ്റ്റിക്കർ ഇടുന്നതിന് ഞങ്ങൾ സ്റ്റോപ്പർ ഇടാന്ന് പറയും. ഈ സ്റ്റോപ്പറിനോട് ഓരോ കളർ ചെയ്യുമ്പോഴും ഷീറ്റ് ടച്ച് ആയിട്ടിരിക്കണം, ഇല്ലെങ്കിൽ റെഡി ഷിഫ്റ്റ് ആയാൽ സ്റ്റിക്കർ വേസ്റ്റ് ആവും. ഇതാണ് ക്യൂരിങ് ചെയ്യാനുള്ള സ്ക്രീന്. ഈ സ്ക്രീന് ഞങ്ങൾ നേരത്തെ ബ്ലാക്ക് അടിച്ച സ്ക്രീനാണ്. അതേ സ്ക്രീനിൽ തന്നെയാണ് ക്യൂരിങ് ചെയ്യുന്നത്. ക്യൂരിങ് ഫ്രണ്ട് വശത്താണ് ചെയ്യുന്നത്, ബ്ലാക്ക് ബാക്ക് വശത്താണ് ചെയ്തത്.